ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിങ് ലൈറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ 3ാമത്തെ യൂണിറ്റാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2ാമത്തെ യൂണിറ്റ് വരെ എല്ലാ യൂണിറ്റിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ നോട്ട്സും എല്ലാതും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 3ാമത്തെ യൂണിറ്റ് നോക്കി നോക്കാം. യൂണിറ്റ് 3 കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിങ് ലൈറ്റ്. അപ്പോൾ എന്തിനെ കുറിച്ചാണ്? കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭരണഘടന. അപ്പോൾ ഭരണഘടനയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ലെസണിൽ ഈ 3ാമത്തെ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, നമ്മുടെ ഗാന്ധിജി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഐ ഷാൽ സ്ട്രൈവ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് വിൽ റിലീസ് ഇന്ത്യ ഫ്രം ഓൾ thraldom and patronage and give her, in which the poorest shall feel that it is their country, in whose making they have an effective voice, and India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. Women will enjoy the same rights as men. എന്താണ് ഗാന്ധിജി പറയുന്നത്? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനായിട്ട് ഗാന്ധിജി എന്താണ്, മാക്സിമം എഫേർട്ട് ഇടും, മാക്സിമം ഗാന്ധിജി ശ്രമിക്കും. അതുപോലെ തന്നെ എന്താ പറയുന്നത്, in which the poorest shall feel that it is their country. എന്താണ്, ദരിദ്രരായ മനുഷ്യർക്ക് എന്താണ്, അവരിനും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്തിട്ട് അവർക്ക് തോന്നണം എന്ത്, ഇത് അവരുടെയും കൂടി രാജ്യമാണെന്ന് ഈ പുവറായിട്ടുള്ള ആൾക്കാർക്കും കൂടെ തോന്നണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വേണം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ എന്താണ്, അൺടച്ചബിലിറ്റി ഓർ ദ കേഴ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ്, ലഹരി വസ്തുക്കളും ഒന്നും ഇല്ലാത്ത ഒരു ഇന്ത്യയായിരിക്കണം നമ്മുടേത്. അതുപോലെ തന്നെ എന്താ, വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ്സ് ആസ് മെൻ. എന്താണ്, ഈ വിമൻ അതായത് സ്ത്രീകൾക്ക് എങ്ങനെയാണ് പുരുഷന്മാരുടെ പോലെ തന്നെ തുല്യ അവകാശം സ്ത്രീകൾക്കും വേണം. അപ്പോൾ ഗാന്ധിജി എന്താ ഇന്ത്യനെ കുറിച്ചിട്ട് പറയുന്നതാണ്. ഹാവ് യു റീഡ് ദ എബവ് കോട്ട്? എന്താണ്, മുകളിലത്തെ കോട്ട്സ് ഇപ്പോൾ നമ്മൾ വായിച്ചു. Was it after independence that we started thinking about a constitution? അപ്പോൾ എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിനെ കുറിച്ചിട്ട്, അതായത് ഒരു ഭരണഘടന എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴാണ്, ഇൻഡിപെൻഡൻസിന് ശേഷമാണോ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. വാട്ട് ഐഡിയാസ് ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അപ്പോൾ എന്താണ്, ഇന്ത്യയുടെ ഭാവി ഭരണഘടനയ്ക്ക് എന്തൊക്കെ ആശയങ്ങൾ വേണമെന്ന് എന്നാണ് ഗാന്ധിജി വിചാരിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? സോവർണിറ്റി, അതായത് പരമാധികാരം. ദെൻ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, തുല്യത. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം. ജെൻഡർ ജസ്റ്റിസ്, അതായത് എല്ലാവരും ജെൻഡർ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും ഒരുപോലെ. ഇനി നമുക്ക് ബാക്കി എന്ത് എഴുതാൻ പറ്റും? സെക്യുലാരിസം എന്താണെന്ന് പറഞ്ഞാൽ മതേതരത്വം. ഇനി അതുപോലെ തന്നെ ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ, സാഹോദര്യം. അപ്പോൾ ഇതൊക്കെ വേണം, ഈ ഐഡിയാസൊക്കെ വേണം എന്നാണ് ഗാന്ധിജി വിചാരിച്ചിരുന്നത്. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഡ്രീം ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒരു ഡ്രീം, ഒരു സ്വപ്നം തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ എന്താണ്, ഈ ബ്രിട്ടീഷ് റൂളിനെതിരെ നമ്മൾ ആദ്യമായിട്ടൊരു മൂവ്മെൻറ്റ് നടത്തിയത് എന്നാണ്, ആദ്യമായിട്ട് നമ്മൾ അവരെ എതിർത്ത് നിന്നത്, ഒരു മാസ് മൂവ്മെൻ്റ് ആക്കിയത് എപ്പോഴാണ്? 1857 സോൾജേഴ്സ്, ട്രൈബൽസ്, king, feudal lords, peasants and many other groups participated in this struggle. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ്? സോൾജേഴ്സും, അതായത് സൈനികരും, അതുപോലെ തന്നെ ഗോത്രവർഗക്കാരും, ദെൻ രാജാക്കന്മാരും പ്രഭുക്കന്മാരും, ദെൻ ആരാണ്? ഫാമേഴ്സ് അല്ലെ, കർഷകരും, പെസൻസും, അങ്ങനെ ഒരുപാട് പേരെന്താണ് ഇതിൽ ഉണ്ടായിരുന്നു.
This movement helped the people to develop a sense of nationalism based on religious harmony. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ എന്താണ് ഇവരിങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ് ഒരു ദേശീയ ബോധം, അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ദേശീയ ബോധം വളർന്നു വന്നു. Okay, the strengthening of nationalism led to the formation of many regional organizations against the foreign domination in different parts of India. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്താണ് ഇത് സ്ട്രെങ്തൻ ആയിട്ട് എന്തായി, ഓരോ ഓർഗനൈസേഷൻ ഈ ഫോറിൻ ഡൊമിനേഷൻ, അതായത് ഈ ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനെ എതിര് പറയാൻ വേണ്ടിയിട്ട് കുറേ ഓർഗനൈസേഷനൊക്കെ നിലവിൽ വന്നു. India Association, Madras Native Association and Pune Sarvajanik Sabha are some examples. അപ്പോൾ ഇങ്ങനത്തെ ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നാറ്റീവ് അസോസിയേഷൻ, പൂനെ സർവജാനിക് സഭ എന്ന് പറയുന്നതൊക്കെ. ആസ് ഡിസ്റ്റിങ് ഫ്രം സച്ച് organizations of a regional nature, a nation organization emerged in 1885 through the Indian National Congress. എന്താ ഇത്തരം സഭകളിൽ നിന്നിട്ട്, സംഘടനകളിൽ നിന്നിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട്, ഒരു വിഭിന്നമായിട്ട്, ഒരു ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നു. എപ്പോഴാണ്? 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെ. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നത്. With that, the anti-British agitations at the national level achieved an organized dimension. The main objective of this movement were to bring the problems of various groups of people in India to the attention of the British authorities and to develop a sense nationalism among the people beyond caste, religion and regional thinking. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ വിവിധ ആൾക്കാരുണ്ട് അല്ലേ, വിവിധ മതങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതുപോലെ തന്നെ ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം, അതായത് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ കാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഒന്നിൻ്റെയും വ്യത്യാസം, ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാണ്ട് എല്ലാ ജനങ്ങൾക്കിടയിലും ദേശീയ ബോധം വളർത്തുക, അതൊക്കെയായിരുന്നു ഇതിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. The main objective of the freedom struggle was not only to end foreign rule but also to ensure a better social and political life for every Indian. അപ്പോൾ എന്താണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഈ ഫോറിൻ റൂൾ, അതായത് ഈ ബ്രിട്ടീഷുകാരുടെ റൂൾ അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് മെച്ചപ്പെട്ട ഒരു സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യർക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അറ്റ് ഈച്ച് ഫേസ് ഓഫ് ദ സ്ട്രഗിൾ, അതായത് സ്ട്രഗിളിൻ്റെ ഓരോ ഫേസിലും ഓരോ ഘട്ടത്തിലും ദ ലീഡർഷിപ്പ് ഹാഡ് ഡിഫറെൻറ്റ് വ്യൂസ് ഇൻക്ലൂഡിംഗ് മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് നാഷണലിസം. ഹൗവർ ദ നാഷണലിസ്റ്റ് മൂഡ് പ്രൊസീഡ് ബൈ അപ്ഹോൾഡിംഗ് സം ബേസിക് ഐഡിയാസ് ആൻഡ് വാല്യൂസ്. പറയുന്നത് സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാതും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചില അടിസ്ഥാന ആശയങ്ങളും അതുപോലെ തന്നെ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. With the advent of Gandhiji, the freedom movement transformed itself into a mass movement. ഗാന്ധിജിയുടെ വരവോടുകൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നു. അതായത് ഒരു മാസ് മൂവ്മെൻ്റായി. ഗാന്ധിജിയുടെ വരവോടുകൂടി ഒരു മാസ് മൂവ്മെൻ്റായി. ഗാന്ധിജീസ് ഇൻഫ്ലുവൻസ് strengthened the demand of democracy based social justice. The leaders wished that the ideas and the value of freedom, equality based on social justice, brotherhood and religious harmony put forward by the national movement should be the foundation of our constitution. These views influenced the framing of our constitution. അപ്പോൾ
എന്താണ് ഇവിടെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ കുറേ കാര്യങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇത് തന്നെയാകണം എന്തിൻ്റെ നമ്മുടെ ഭരണഘടനയുടെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അടിത്തറയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാവണം എന്ന് ഇങ്ങനത്തെ ഈ നേതാക്കന്മാരൊക്കെ ആഗ്രഹിച്ചു. ദിസ് വ്യൂസ് ഇൻഫ്ലുവൻസ് ദ ഫ്രെയിമിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണത്തിന് എന്താണ് സ്വാധീനിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്. ഇനി എന്താണ്? ഒബ്സർവ് ദ ഫിഗർ ബിലോ ആൻഡ് റെക്കോർഡ് യുവർ കൺക്ലൂഷൻ. അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ കൂട്ടുകാരൊന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ആ പോയിൻറ്റ്സ് നോക്കി വെക്കാം. എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൻ പ്രയോറിറ്റി. അതായത് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ഫ്രീഡം വേണം, അതിന് നമ്മൾ പ്രാധാന്യം നൽകി. സിവിൽ റൈറ്റ്സ് മസ്റ്റ് ബി എൻഷ്യൂർഡ്. അതായത് സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരാവകാശങ്ങൾ. അതായത് പൗരാവകാശങ്ങൾ എൻഷ്യൂർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കണം. ഇനി ഓൾ റിലീജിയൻ ഷുഡ് ബി ഗിവൻ ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ തുല്യ പ്രാധാന്യം നൽകണം. സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷ്യൂർഡ്. സോഷ്യൽ ജസ്റ്റിസ് എൻഷ്യൂർ ചെയ്യണം, അതായത് സാമൂഹ്യ നീതി എൻഷ്യൂർ ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇനി അടുത്തത് എന്താ? ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി സ്ട്രെങ്തൺ. അതായത് ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഇനി നമുക്ക് എന്ത് പോയിന്റ് എഴുതാനായിട്ട് പറ്റും? അപ്പോൾ ഇനി നമുക്കൊരു പോയിന്റ് എന്ത് എഴുതാനായിട്ട് പറ്റും? ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വിമൻ. മെന്നിനും വിമനും ഒരുപോലെ ഈക്വലായിട്ട് പേ ചെയ്യുക. ഓക്കെ. പ്രിക്കേഴ്സർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിക്കേഴ്സർ എന്ന് പറഞ്ഞാൽ എന്താ? മുൻഗാമി, അതായത് ഭരണഘടനയുടെ മുൻഗാമി. Didn't we get freedom on 15th August 1947? എന്താണ്? 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ ഒരു കുട്ടി ചിന്തിക്കുകയാണ്. ബട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950. പക്ഷേ എന്താണ്? അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26. Then what was India's constitution and law for 2.5 years after independence? അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മുടെ ഭരണഘടന 2.5 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ? അപ്പോൾ ആ സമയത്തുള്ള ആ ബ്രേക്കിലുള്ള 2 വർഷത്തോളം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ഭരണഘടനയും അതുപോലെ തന്നെ നിയമവും ഒക്കെ എന്തായിരിക്കുമെന്ന് ഒരു കുട്ടി ചിന്തിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഡോണ്ട് യു ഹാവ് സച്ച് എ ഡൗട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡൗട്ട് കൂട്ടുകാർക്കും ഉണ്ടോയെന്നാണ്. വാട്ട് വി ഫോളോഡ് വാസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935 അൺടിൽ വി ബിക്കം എ റിപ്പബ്ലിക്. അപ്പോൾ എന്താണ്? നമുക്ക് റിപ്പബ്ലിക് കിട്ടുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്തത് എന്താണ്? ബ്രിട്ടീഷുകാർ 1935 കൊണ്ടുവന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. മെനി ideas and provisions of our constitution were taken from this act. അപ്പോൾ ഈ ആക്റ്റിൽ നിന്ന് എന്താണ്? ഒരുപാട് ഐഡിയാസ് നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ എടുത്തിട്ടുണ്ട്. Our constitution came into force on 26 January 1950 replacing this act. അപ്പോൾ ഈ ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് 1950 ജാനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഇനി എന്താ? ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബൈ ഒബ്സർവിങ് ദ ഫിഗർ ബിലോ. അപ്പോൾ എന്താണ്? നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ 2.5 വർഷത്തോളം ഫോളോ ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഫീച്ചേഴ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. Bicameral legislature in 6 provinces.
321 sections and 10 schedules, bicameral legislature in the center, power divided between the center and the provinces, special constituencies for weaker section, women and worker. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ സവിശേഷതകൾ. ഇനി അടുത്തത് നമ്മൾ എന്താ, ഭരണഘടനയുടെ നിർമ്മാണമാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടുവേർഡ്സ് ഫ്രെയിമിങ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിലേക്കാണ് നോക്കുന്നത്. എ കോഡ് ഓഫ് ലോസ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് വൺ ഓഫ് ദ മെയിൻ പ്രപ്പോസൽ ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ ദാറ്റ് വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 ടു ഡിസ്കസ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ. അപ്പോൾ എന്താണ് ഈ പവറിൻ്റെ ട്രാൻസ്ഫർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1946 എന്താണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ വന്നിട്ട് വിസിറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ മെയിൻ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ കോഡ് ഓഫ് ലോ ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന് പറയുന്നതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രപ്പോസൽ. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് വിത്ത് ദിസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കീ ഫീച്ചേഴ്സ് നോക്കാം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ സവിശേഷതകൾ. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ഫ്രെയിമിംഗ് പീരീഡ് 2 year 11 months 17 days. അതായത് നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഫസ്റ്റ് മീറ്റിംഗ് 9 December 1946. ആദ്യ മീറ്റിംഗ് എപ്പോഴാണ്, ഡിസംബർ 9, 1946. ദി ഇലക്റ്റഡ് ചെയർമാൻ ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ, അതായത് അധ്യക്ഷനാരാണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് and signed on 26 November 1946. അതായത് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണ് നവംബർ 26, 1949. came into effect on 26 January 1915. അതായത് നിലവിൽ വന്നത് എപ്പോഴാണ്, ജനുവരി 26, 1950. ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. അതായത് ചെയർമാൻ ആരാണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്, ഡോക്ടർ BR അംബേദ്കർ. ഫീച്ചേഴ്സ്. അപ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടന, ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്ത്, ഇന്ത്യയുടേത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 January 1915 ഹാഡ് 22 parts, 395 articles and 8 schedules. അപ്പോൾ എന്താണ്, 1950 ജനുവരി 26 ഇത് നിലവിൽ വന്നത്. എത്രയാണ്, 395 ആർട്ടിക്കിൾസും 22 പാർട്ടാണ്. 395 ആർട്ടിക്കിൾസ് ഉണ്ട്. ദെൻ 8 ഷെഡ്യൂൾസും ഉണ്ട്. ഇനി എന്താ, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പാർലമെൻ്ററി ഡെമോക്രസി, അതായത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. ദ ലെജിസ്ലേച്ചർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. ലെജിസ്ലേച്ചറാണ് എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രീനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. പോപ്പുലർ സോവർണിറ്റി, ജനങ്ങളുടെ പരമാധികാരം. ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദ പീപ്പിൾ. എല്ലാ പവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് എന്താ, മൗലിക അവകാശങ്ങൾ. ഈച്ച് ഇൻഡിവിജ്വൽസ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ സർട്ടൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ്, ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണ്, മൗലിക കടമകൾ. അതായത് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽസ് ഓൺസ് ടു ദ നേഷൻ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഡയറക്ഷൻസ് ഗിവൻ ടു ദ സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്. അപ്പോൾ എന്താണ്, സോഷ്യലും അതുപോലെ തന്നെ എക്കണോമിക്കുമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റിനും എന്താണ്, ഓരോ ഡയറക്ഷൻസ് കൊടുക്കും. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഓൾ സിറ്റിസൻസ് ആർ സബ്ജക്റ്റ് ടു ദ ലോ, നോ വൺ ഈസ് അബൌട്ട് ദ ലോ. അപ്പോൾ എല്ലാവരും എന്താണ്, എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് മേലെ ഒന്നുമല്ല, എല്ലാവരും നിയമത്തിന് താഴെ തന്നെയാണ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്,
അതെന്താ റൈറ്റ് ടു വോട്ട് ഗിവൻ ടു ഓൾ ഹു അറ്റൻഡ് എ പെർട്ടിക്കുലർ ഏജ്. അതായത് ഒരു പെർട്ടിക്കുലർ ഏജ് എത്തിയാൽ നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. ദ ജുഡീഷ്യൽ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. അതായത് ലെജിസ്ലേച്ചറിനെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ത് ജുഡീഷ്യൽ സിസ്റ്റം. ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡ്രോ against the correct ones and draw to the wrong ones. അപ്പോൾ എന്താണ് ഹാപ്പി സ്മൈൽ കറക്റ്റ് ആയിട്ടുള്ള ഇതിന് നേരെ ഹാപ്പി സ്മൈൽ വരയ്ക്കുക. ദെൻ റോങ് ആയിട്ടുള്ള നേരെ സാഡ് സ്മൈൽ വരയ്ക്കുക. അപ്പോൾ ഇവിടെ റോങ് ഇൻറ്റു ഇട്ട് കൊടുത്ത് നമ്മൾ സാഡ് വരയ്ക്കണം, ടിക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഹാപ്പി വരയ്ക്കണം. അപ്പോൾ നമ്മൾ നോക്കി വെക്കാം. അവർ കോർട്സ് വർക്ക് അണ്ടർ ഗവൺമെൻറ്റ്സ് ഇല്ല അല്ലേ, കോർട്ടാണ് ഏറ്റവും മുകളിൽ. അപ്പോൾ അതല്ല, അപ്പോൾ അത് തെറ്റാണ്. ഇനി നെക്സ്റ്റ് certain powers are vested exclusively with the state governments. അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ടിക്ക് കൊടുക്കുക. എവറി വൺ ഹു ടേൺസ് 18 ഹാസ് എ റൈറ്റ് ടു വോട്ട്. അപ്പോൾ 18 തികഞ്ഞ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. നോ വൺ ഈസ് അബവ് ദ ലോ. എന്താണ് ലോക്ക് മേലെ ആരുമില്ല. അപ്പോൾ അത് കറക്റ്റാണ്. എ പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ്. അപ്പോൾ നാഷണൽ സിറ്റിസൺഷിപ്പിന് പുറമെ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പും ഒരാൾക്ക് ഉണ്ടാവും എന്നാണ്. അത് തെറ്റാണ്. അപ്പോൾ അത് റോങ് ആണ്. ഇൻ ഡെമോക്രസി ദ പീപ്പിൾ ആർ സോവറിൻ. അത് കറക്റ്റാണ്. ആസ് വി ഹാവ് റൈറ്റ്സ് സോ വി ഹാവ് ഡ്യൂട്ടീസ് ടു. നമുക്ക് റൈറ്റ് ഉള്ള പോലെ, നമുക്ക് അവകാശങ്ങളുള്ള പോലെ നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട്. നോ വൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂളേഴ്സ്. നമ്മുടെ റൂളേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അത് തെറ്റാണ്. നമ്മുടെ റൂളേഴ്സിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ പാർട്ട് 2 ആയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ നോട്ട്സും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത്രയും പറഞ്ഞത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.